എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന സെറോയുടെ കൈറ്റ് എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്റ്റോക്ക് എങ്ങനെ ബൈ ചെയ്യാനും സെല് ചെയ്യാനും സാധിക്കുമെന്നാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 7ഓളം വാച്ച് ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഓരോ വാച്ച് ലിസ്റ്റുകളിലും സ്റ്റോക്കുകൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ ഞാനിവിടെ ICICI പ്രൊഡൻഷ്യലിന്റെ ഒരു സ്റ്റോക്കാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. NSEയും BSEയും നമുക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്ന NSE ആണ്. അപ്പൊ അതിന് തൊട്ടടുത്തുള്ള ആഡിങ്കി ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ വാച്ച് ലിസ്റ്റിലോട്ട് സ്റ്റോക്ക് ആഡ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ വാച്ച് ലിസ്റ്റിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഒരു ആരോ കീ കാണാൻ സാധിക്കും. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിഫ്റ്റി 50 ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ, അതുപോലെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ കറണ്ട് വാല്യൂ ഒക്കെ കാണാൻ സാധിക്കും. ഇപ്പൊ നമുക്കൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഫണ്ട് എങ്ങനെ ആഡ് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ യൂസർ ID സെലക്ട് ചെയ്യുക. ഇവിടെ ഫണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ആഡ് ഫണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം എത്ര രൂപയാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് ആ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം UPI പേയ്മെന്റ് ആണോ, ഗൂഗിൾ പേ ആണോ, നെറ്റ് ബാങ്കിങ് ആണോ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ആഡ് ചെയ്ത ഫണ്ട് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിഡ്രോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ റെഗുലർ എന്നും ഇൻസ്റ്റന്റ് എന്നും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ റെഗുലർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഒരു 24-48 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഫണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇൻസ്റ്റന്റ് സെലക്ട് ചെയ്യുവാണെങ്കിൽ 2 ദിവസത്തിന് മുമ്പ് തന്നെ നമ്മുടെ അക്കൗണ്ടിലോട്ട് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. എത്ര എമൗണ്ട് ആണോ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടത് ആ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഫണ്ടിന് തൊട്ടതായിട്ട് ആപ്പ് കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ വേറൊരു സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കണമെങ്കിൽ, കയറ്റുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കണമെങ്കിൽ ഈ കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ നമ്മുടെ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് സ്റ്റോക്ക് എങ്ങനെ ബൈ ചെയ്യാന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ICICI പ്രൊഡൻഷ്യൽ തന്നെ സ്റ്റോക്കാണ് ബൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ സെലക്ട് ചെയ്തു. നമുക്ക് ബൈ എന്നും സെൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് 2 രീതി ബൈ ചെയ്യാൻ സാധിക്കും. നമുക്ക് റെഗുലർ ബേസിസിൽ, അതായത് എക്സ്പയറി വരുന്ന ഒരു ദിവസമാണ്, അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ദിവസം വരെയാണ്, അത് 1 ഡേ ആണ് എക്സ്പയറി വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് GTT വരെയാണെങ്കിലും ബൈ ചെയ്യാൻ സാധിക്കും. അപ്പം 1 ഇയർ ആണ് എക്സ്പയറി വരുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ബിഡ്, ഓർഡർ, ക്വാണ്ടിറ്റി എന്ന ബൈയുടെയും സെല്ലിന്റെയും സെപ്പറേറ്റ് കാണാൻ സാധിക്കും. എത്ര രൂപയ്ക്കാണ് ബിഡ് ചെയ്തിരിക്കുന്നത്, ലേലം ഉറപ്പിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ എത്ര ഓർഡേഴ്സ് ആണ് വന്നിരിക്കുന്നത്, ക്വാണ്ടിറ്റി ആണെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡേ റേഞ്ച്, ഇന്നത്തെ ദിവസത്തെ ഏറ്റവും കൂടിയ പ്രൈസ് എത്രയായിരുന്നു? 2601 ആയിരുന്നു. കുറഞ്ഞ പ്രൈസ് 2601 രൂപയായിരുന്നു. ഏറ്റവും കൂടിയ പ്രൈസ് എത്രയായിരുന്നു? 2648 രൂപയാണ്. ഓപ്പൺ ചെയ്ത പ്രൈസ് എത്രയായിരുന്നു? 2640 ആയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ പ്രീവിയസ് ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് എത്രയായിരുന്നു? 2640 ആയിരുന്നു. അതുപോലെ നമുക്ക് വോളിയം കാണാൻ സാധിക്കും, ആവറേജ് ട്രേഡഡ് പ്രൈസ് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് കമ്പനിയെ കുറിച്ചുള്ള ഫണ്ടമെന്റൽ അനലൈസിനും അതുപോലെ ടെക്നിക്കൽ അനലൈസും ഒക്കെ പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് റെഗുലർ ബേസിസിൽ എങ്ങനെ ബൈ ചെയ്യാന്ന് കണ്ടു നോക്കാം. ഈ ബൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, NSE സെലക്ട് ചെയ്യുക, റെഗുലർ സെലക്ട് ചെയ്തു. എത്ര ക്വാണ്ടിറ്റി ആണ് നിങ്ങൾ മേടിക്കുന്നത്? ഇപ്പൊ ഞാനിവിടെ ഒരെണ്ണമാണ് മേടിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എത്രയാണോ മേടിക്കേണ്ടത് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് മാർക്കറ്റ് പ്രൈസ് മേടിക്കാം. ഇപ്പൊ മാർക്കറ്റ് പ്രൈസ് മേടിക്കാം, അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രൈസിൽ മേടിക്കാൻ സാധിക്കും. മാർക്കറ്റ് പ്രൈസിൽ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് ആയ 2642 രൂപ. ലിമിറ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് 2642 രൂപയ്ക്ക് വേണ്ട, ഒരു 2635 രൂപയ്ക്ക് മതി എന്ന് വിചാരിക്കാം. അപ്പം ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് 3:30 മുമ്പ് ഈ 2635 രൂപയിൽ സ്റ്റോക്കിന്റെ വാല്യൂ വന്നെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത്. അപ്പം ഞാനൊരു ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മാർക്കറ്റ് പ്രൈസ് തന്നെ സെലക്ട് ചെയ്യുന്നു, ലോങ് ടൈം സെലക്ട് ചെയ്യുന്നു. നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യാൻ സാധിക്കും. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നഷ്ടത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ഇന്നൊരു നഷ്ടം വരെ ഞാൻ ബിയർ ചെയ്യത്തുള്ളൂ എന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പം ഞാൻ എത്ര രൂപയ്ക്കാണ് ഇത് ബൈ ചെയ്തത്? 2642 രൂപയ്ക്കാണ് ഇത് ഞാൻ ബൈ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ബൈ ചെയ്ത് എത്ര രൂപയ്ക്കാണ്? 2642 രൂപയ്ക്കാണ്. ഞാനൊരു ട്രിഗർ പ്രൈസ് ആയിട്ട് 2630 കൊടുക്കുവാണ്. അതുപോലെ തന്നെ ലിമിറ്റ് ആയിട്ട് ഒരു 2629 കൊടുക്കുകയാണ്. അപ്പം 2630 തൊട്ടാണ് ട്രിഗർ ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ, സെല് ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് എക്സിക്യൂട്ട് ആവുന്നത് 2629 ഇപ്പം ഞാനിത് ലോങ് ടൈം, ഇതൊക്കെ എന്താണ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഇതൊക്കെ യൂസ്ഫുൾ. ഞാനിത് ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ സ്റ്റോപ്പ് ലോസോ GTT ഒന്നും ഫിക്സ് ചെയ്യുന്നില്ല. മാർക്കറ്റ് പ്രൈസിൽ തന്നെ ഞാൻ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ പോകണം. അതിനുശേഷം നമ്മൾ സ്വൈപ്പ് ടു ബൈ എന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ബൈ ചെയ്ത സ്റ്റോക്ക് ഓർഡറിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഓർഡറിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേനും ഓപ്പണിൽ വരും. അതിനുശേഷമാണ് എക്സിക്യൂട്ടിലോട്ട് വന്നത്. ഇപ്പോൾ ഇത് എക്സിക്യൂട്ടിലോട്ട് വന്നിട്ടുണ്ട്. കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മുടെ പോർട്ട്ഫോളിയോ നോക്കുവാണെങ്കിൽ നമ്മുടെ പൊസിഷൻ വന്നിട്ടുണ്ട്. ഒരു ദിവസത്തിന് ശേഷമായിരിക്കും നമ്മുടെ ഹോൾഡിങ്സിലോട്ട് ഈ സ്റ്റോക്ക് വരുന്നത്. നമുക്ക് ഈ സ്റ്റോക്ക് GTT വഴി എങ്ങനെ ബൈ ചെയ്യാമെന്ന് കണ്ടു നോക്കാം. നമ്മൾ ICICI പ്രൊഡൻഷ്യൽ സെലക്ട് ചെയ്തു.
ഇവിടെ നമുക്ക് ക്രിയേറ്റ് GTT എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാൻ ക്രിയേറ്റ് GTT എന്ന് സെലക്ട് ചെയ്തു. ടൈപ്പ് ഞാൻ ബൈ സെലക്ട് ചെയ്തു. ട്രിഗർ ടൈപ്പ് സിംഗിൾ. ബൈ ചെയ്യുമ്പോൾ സിംഗിൾ മാത്രമാണ് വരുന്നത്. സെല്ലിനാണ് OCA വരുന്നത്. OCA എന്ന് പറഞ്ഞാൽ 1 ക്യാൻസൽ അതർ വരുന്നത്. സിംഗിൾ സെലക്ട് ചെയ്തു. അപ്പം ഒരു ഷെയറിന്റെ വാല്യൂ 2638 എനിക്കൊരു 2500 പ്രൈസ് ആകുമ്പോഴത്തേനും ഞാൻ ഇത് ബൈ ചെയ്യുന്നുള്ളൂ. ഞാൻ പ്രൈസ് 2500 കൊടുത്തു. ഞാൻ ഒരു ക്വാണ്ടിറ്റി തന്നെയാണ് മേടിക്കുന്നത്, അത് ഒന്നെന്ന് ഞാൻ കൊടുത്തു. അതുപോലെ തന്നെ ട്രിഗർ പ്രൈസ് ആയിട്ട് ഞാൻ 2499 എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് GTT എന്ന് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഓർഡർ ആവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സ്റ്റോക്ക് ഓർഡറിൽ പോയിട്ട് GTT നോക്കുവാണെങ്കിൽ ആക്റ്റീവ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് സ്റ്റോക്ക് എങ്ങനെ സെല്ല് ചെയ്യാമെന്നൂടെ കണ്ടു നോക്കാം. നമുക്ക് ഈ സെയിം സ്റ്റോക്ക് തന്നെ സെല്ല് ചെയ്ത് നോക്കാം. ICICI Prudential നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്തു. നമുക്ക് സെല്ല് ചെയ്യാനാണ് 2 രീതിയിൽ സെല്ല് ചെയ്യാം. റെഗുലർ ബേസിസിലും ചെയ്യാം, ക്രിയേറ്റ് GTT ബേസിലും. റെഗുലർ ബേസിസിലാണെങ്കിൽ എക്സ്പയറി വരുന്ന 1 ദിവസമാണ്. GTT ആണെങ്കിലോ ക്രിയേറ്റ് GTT ആണെങ്കിൽ 1 വർഷമാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് റെഗുലർ ബേസിസ് നോക്കാം. എക്സിറ്റ് സെലക്ട് ചെയ്തു. 2 ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഇന്ന് തന്നെ ഞാൻ ഒരെണ്ണം ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് 2 എണ്ണം വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഒരെണ്ണം സെല്ല് ചെയ്താൽ മതിയെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യുന്നു. മാർക്കറ്റ് പ്രൈസിലാണെങ്കിൽ നമുക്ക് നേരിട്ട് എത്ര എണ്ണമാണ് സെല്ല് ചെയ്യേണ്ടത് എൻ്റർ ചെയ്ത് കൊടുക്കുക. മാർക്കറ്റ് പ്രൈസിനെ സെലക്ട് ചെയ്തിട്ട് സ്വൈപ്പ് ടു സെല്ല് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇൻട്രാഡേയിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ അവർ ഇത്രയും പ്രൈസിനല്ല അവർ നമ്മൾ മേടിച്ചത് എത്ര രൂപയ്ക്കായിരുന്നു? 2642 അപ്പം നമ്മൾ 2050 ആകുമ്പോഴേ നമ്മൾ സെല്ല് ചെയ്യുന്നുള്ളൂ എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് 2650 കമ്പനിയുടെ സ്റ്റോക്കിന്റെ വാല്യൂ വരുവാണെങ്കിൽ മാത്രമാണ് ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സ്പയറി 1 ദിവസമാണ് വരുന്നത്. ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് തന്നെ മതി. ഇപ്പം തൊട്ട് താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഫിക്സ് ചെയ്യാം. നമ്മൾ ആദ്യം ഒന്ന് കണ്ടതാണ്, സ്റ്റോപ്പ് ലോസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഞാൻ ലോങ് ടൈം സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് സ്വൈപ്പ് ടു സെല്ല് എന്ന് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റോക്ക് സെല്ലാവുന്നതായിരിക്കും. നമുക്ക് GTT യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ സെല്ല് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്തു. ഇപ്പം നമുക്ക് ക്രിയേറ്റ് GTT എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ടൈപ്പ് സെല്ല് എന്ന് സെലക്ട് ചെയ്തു. ട്രിഗർ ടൈപ്പ് നമുക്ക് 2 രീതിയിൽ സെലക്ട് ചെയ്യാം. സിംഗിൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ OCO എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് 1 ക്യാൻസൽ അതർ. ഞാനിവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ OCO സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്യാൻ സാധിക്കും, ടാർഗറ്റും ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് സിംഗിൾ ആണ്. ഞാൻ എത്ര രൂപയ്ക്കാണ് ഈ സ്റ്റോക്ക് മേടിച്ചത്? 2642 രൂപയ്ക്കാണ്. ഞാനിത് വിൽക്കാൻ പോകുന്ന ഒരു 2700 ഒക്കെ ആകുമ്പോൾ എനിക്ക് വിറ്റാൽ മതി. ഞാൻ പ്രൈസ് ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തു. ഞാൻ ഒരെണ്ണേ വിൽക്കുന്നുള്ളൂ, 2 എണ്ണമില്ല, ഞാൻ ഒരെണ്ണേ വിൽക്കുന്നുള്ളൂ. അതുപോലെ ഞാൻ ട്രിഗർ പ്രൈസ് ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു, 2701 ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ക്രിയേറ്റ് GTT എന്ന് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ഓർഡർ ആകുന്നതായിരിക്കും. അപ്പോൾ കൈറ്റ് എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ സ്റ്റോക്ക് ബൈ ചെയ്യാൻ സെല്ല് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതുവരെ നിങ്ങൾ സെറോദയുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഉള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിന്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.